ടൊണ്ട ബേണ്ടി 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 24ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് മാന്ത്രിക വടിയെക്കുറിച്ചാണ്. അതായത് നമ്മളുടെ കയ്യിലൊരു മാന്ത്രിക വടി ഉണ്ടാവുകയും അത് വീശി നിങ്ങൾ സ്നേഹിക്കുന്നവരെ സഹായിക്കാൻ സാധിക്കുന്നതും നിങ്ങൾ എപ്പോഴെങ്കിലും കൊതിച്ചിട്ടുണ്ടോ? ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ജീവിതത്തിൻ്റെ ശരിയായ മാന്ത്രിക വടി പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. മറ്റൊരാളെ സഹായിക്കണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അളവില്ലാത്ത ശക്തി ഉണ്ടാകുന്നു. എന്നാൽ ഈ ശക്തി നന്ദിയോടുകൂടി നിയന്ത്രിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് മാന്ത്രിക വടി യഥാർത്ഥത്തിൽ ലഭിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ഒരു കുടുംബാംഗമോ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമോ ശാരീരിക ബുദ്ധിമുട്ടോ സാമ്പത്തിക ക്ലേശമോ തൊഴിൽപരമായ അസന്തുഷ്ടിയോ മാനസിക പ്രശ്നങ്ങളോ ജീവിത പ്രയാസങ്ങളോ ആത്മവിശ്വാസക്കുറവോ തുടങ്ങി എന്ത് തന്നെ അനുഭവിക്കുന്നവരായാലും കൃതജ്ഞതയുടെ അദൃശ്യ ശക്തി ഉപയോഗിച്ച് അവർക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഉണ്ടാക്കാൻ സഹായിക്കാം. ഒരാളുടെ ആരോഗ്യത്തിനായി നിങ്ങൾ മാന്ത്രിക വടി വീശുമ്പോൾ ആ വ്യക്തിയുടെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കപ്പെട്ടതായി സങ്കല്പിക്കുക. അവനോ അവൾക്കോ പൂർണ്ണ ആരോഗ്യം ലഭിച്ചതായുള്ള വാർത്ത നിങ്ങൾ ശ്രവിച്ചാലെന്ന പോലെ ഹൃദയം നിറഞ്ഞ ആഘോഷത്തോടെ മാന്ത്രിക വാക്കായി നന്ദി പറയുക. നിങ്ങൾക്ക് ആ വ്യക്തി സുഖപ്പെട്ട വാർത്ത പറയാൻ നിങ്ങളെ വിളിക്കുന്നതായി ഒന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ അവരത് നിങ്ങളോട് നേരിട്ട് പറയുന്നതായും നിങ്ങളുടെ പ്രതികരണം കാണുന്നതായും അനുഭവിക്കുന്നതായും സങ്കല്പിക്കുക. ആ വ്യക്തിയുടെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കപ്പെട്ടതായുള്ള വാർത്ത കേട്ടതുപോലെ പറ്റാവുന്നത്ര നന്ദി നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ നന്ദിയുടെ അത്രത്തോളം ആത്മാർത്ഥതയും ശക്തിയും അത് വളരെ വലുതായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും സാമ്പത്തികം സംബന്ധിച്ച് മാന്ത്രിക വടി വീശി നിങ്ങൾക്ക് അയാളെ സഹായിക്കണമെങ്കിൽ ഇതേ മാന്ത്രിക പരിശീലനം തന്നെ അനുവർത്തിക്കുക. അവർക്കിപ്പോൾ വേണ്ട സമ്പത്ത് അവർക്ക് ലഭിച്ചാലെന്ന പോലെ നന്ദി പ്രകാശിപ്പിക്കുക. അവരുടെ പണം പൂർണ്ണമായി ലഭിച്ചതായി സങ്കല്പിക്കുക. അത് നടന്നു കഴിഞ്ഞു. ആ വിസ്മയിപ്പിക്കുന്ന വാർത്ത ഇപ്പോൾ നിങ്ങൾ കേട്ടതായി കരുതി നന്ദി പറയുക. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയും നന്ദി പറഞ്ഞാൽ അത് നടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം. ആ വിശ്വാസമുണ്ടെങ്കിൽ അത് സത്യമായി മാറുക തന്നെ ചെയ്യും. നന്ദി നന്ദി നന്ദി. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആരോഗ്യം സംബന്ധിച്ചാണെങ്കിൽ ആ ഇന്ന വ്യക്തിയുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ സമ്പത്തിന് സന്തോഷത്തിന് നന്ദി പറയുക. ഒരാളുടെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തയാളുടെ ഫോട്ടോ എടുത്തു വെച്ച് ഇത് നിങ്ങൾക്ക് പരിശീലിക്കാം. അതായത് ഫോട്ടോ നോക്കിക്കൊണ്ട് അവരുടെ ആവശ്യം എന്താണോ അത് അവരിലേക്ക് ആ എനർജി കൊടുത്തുകൊണ്ട് നമ്മൾ മാന്ത്രിക വാക്കായ നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യം നടന്നതായി സങ്കല്പിച്ചുകൊണ്ട് അവർ ആ സന്തോഷം അനുഭവിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നതും മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ആവശ്യം പൂർത്തീകരിച്ചതിന് നമ്മൾ നന്ദി പറയുക. ഈ സുശക്തമായ പരിശീലനം നിങ്ങൾക്ക് തെരുവിലൂടെ നടക്കുമ്പോഴോ ദൈനംദിന ആവശ്യങ്ങൾക്കിടയിലോ പ്രയോഗിക്കാവുന്നതാണ്. സന്തോഷവും സമ്പത്തും ആരോഗ്യവും പ്രകടമായി തന്നെ ഇല്ലാതെ പോകുന്ന ആരെങ്കിലും കണ്ടുമുട്ടിയാൽ ഈ പരിശീലനം പ്രയോഗിക്കാവുന്നതാണ്. അവരുടെ ആരോഗ്യത്തിനും സമ്പത്തിനും സന്തോഷത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ മാന്ത്രിക വടി വീശുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ശരിയായ ചൈതന്യത്തെ ചലനാത്മകമാക്കുകയാണ് നിങ്ങളെന്നറിയുക. ആരെങ്കിലും സഹായിക്കാൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആരോഗ്യം സമ്പത്ത് സന്തോഷം എന്നിവയ്ക്കായി നിങ്ങൾ ഇത് കൃതജ്ഞത ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ചെയ്യാവുന്ന വലിയൊരു സൽപ്രവൃത്തിയാണ്. ഇത് സംബന്ധിച്ച് ഒരു മാന്ത്രിക കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർക്കായി ഭക്തി നിർഭരമായി ആരോഗ്യവും സന്തോഷവും സമ്പത്തും ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളിലേക്കും എത്തുന്നു. ഇന്നത്തെ പരിശീലനം ഒന്നുകൂടെ ഞാനിവിടെ ആവർത്തിക്കാം. ആരോഗ്യം ധനം സന്തോഷം എന്നിവയിലൂടെ നിങ്ങൾ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 3 വ്യക്തികളെ തിരഞ്ഞെടുക്കുക. ഈ 3 വ്യക്തികളുടെയും ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ മാന്ത്രിക വടി പരിശീലനം നടത്തുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലായി ആ ഫോട്ടോസ് വയ്ക്കുക. ഒരു സമയം ഒരാളെന്ന കണക്കിൽ അയാളുടെ ചിത്രം കൈകളിൽ എടുക്കുക. കണ്ണുകൾ അടച്ച് 1 മിനിറ്റ് നേരത്തേക്ക് ആ വ്യക്തിയുടെ ആരോഗ്യം സമ്പത്ത് സന്തോഷം എന്നിവ പൂർണ്ണമായും വീണ്ടെടുക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ വാർത്ത കേൾക്കുന്നതായും സങ്കല്പിക്കുക. നിങ്ങൾ കണ്ണുകൾ തുറക്കുക. അപ്പോഴും അയാളുടെ ഫോട്ടോ കയ്യിൽ പിടിച്ച് അയാളുടെ പേര് പറഞ്ഞ് ആരോഗ്യവും സന്തോഷവും സമ്പത്തും നൽകിയതിന് നന്ദി 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 എന്ന മാന്ത്രിക വാക്ക് സാവധാനം ഉരുവിടുക. ഒരാളുടെ ആഗ്രഹം പൂർത്തിയായാൽ അടുത്തയാളിലേക്ക് കടക്കുക. ഇതേ 2 സ്റ്റെപ്പുകൾ ആവർത്തിക്കുക. ഇങ്ങനെ 3 വ്യക്തികളിലും മാന്ത്രിക വടി പരിശീലനം പൂർത്തിയാക്കുന്നതുവരെ ഇത് തുടരുക. എന്തായാലും ഈ പ്രാക്ടീസുകൾ വളരെ ലളിതവും വളരെ
ബ്യൂട്ടിഫുള്ളായ പ്രാക്ടീസുകളാണ്. നിങ്ങൾക്കൊരു 10-15 മിനിറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എല്ലാ പ്രാക്ടീസുകളും. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സർപ്പിച്ചുകൊണ്ട് ഇത് ശ്രമിക്കുക. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാകാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.